മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ. കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്നീ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറെ ഒരു കുറുക്കുവഴിയുമില്ല. വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം. ഒരൊറ്റ ബാൽക്കണി, ഒരൊറ്റ ടെറസ്, അല്ലെങ്കിൽ 1/2 സെന്റ് ഭൂമി. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം. ആർക്കും സാധിക്കും. ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന ഞാൻ ഇന്നേക്ക് 7ാം ദിവസം 2000 പേർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ നൽകാൻ പോകുന്നു. വെറും 10 ടെറസിൽ നിന്ന്. ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു വീടോ ഒരു ഫ്ളാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലവും അതിലുണ്ടാവട്ടെ. നോക്കാൻ സമയമില്ല എന്ന് ഉടമസ്ഥർ പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതിന്റെ 100-1 സമയം വേണ്ടിവരില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. ചെലവിനെ പറ്റി പറഞ്ഞാൽ മെഡിക്കൽ ബില്ലിനേക്കാൾ ഒരുപാട് താഴെയാണിതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ തന്നെ വീടുകളിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം. ശിശുരോഗ വിദഗ്ധൻ അല്പം വിശ്രമിക്കട്ടെ. 10,000 സ്ക്വയർ ഫീറ്റിന്റെ സൗധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാവട്ടെ ലോകം നാളെ നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളോട് നന്ദി പറയുന്നത്. നമസ്കാരം. നമ്മളെ പഴച്ചെടികൾക്ക് ഈ പുഴുക്കളെ ശല്യം, അതിൻ്റെ പുഴുക്കളെ ശല്യം, തൂമ്പ് വരുന്നതെല്ലാം അവർ കഴിക്കുകയാണ്, കീടന്ന് പോകുന്നു. കട്ട് ചെയ്ത് നിലത്തേക്കിടുക. അങ്ങനത്തെ പുഴുക്കളുണ്ട്. ആ പുഴുക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഞാൻ പറയാൻ പോകുന്നത്. SPCയുടെ ഹോമിയോയുടെ വളമാണ്. SPCയുടെ ഒരു ഹോമിയോ ഗുളികയാണ് ഇത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 120 ഇത് 2 ലിറ്റർ വെള്ളം. 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ 240 ഗുളികയാണ് ഇട്ടിട്ടുള്ളത്. അത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യേണ്ടത് പഴച്ചെടികൾക്ക്, അതായത് റംബൂട്ടാന്, പിന്നെ മലേഷ്യൻ പ്ലാവ്, അതേ കർമൂസ, റെഡ് ലേബി, പപ്പായ, പിന്നെ അമ്പാഴങ്ങ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ്, അതുപോലത്തെ ചെടികൾക്ക്, പിന്നെ എല്ലാ ചെടികൾക്കും ഇത് നമ്മൾ ഇതാണ് ഉമ്മർചാമ്പ എന്ന് പറഞ്ഞത്. ഉമ്മർചാമ്പ ഇത് കോട്ടക്കൽ പോയി വാങ്ങിയതാണ്. ഉമ്മർചാമ്പ ഇത് വൈറ്റ് നാവൽ. ഇത് കിളപ്പാടിയാണെന്ന് പറയണ്ടേ, എന്താ വൈറ്റാണ് കുറച്ചാണറിയാം. ഇത് പേരക്ക, തായ് 7 റംബൂട്ടാനാണ്. ഇത് പീക്കൾ തിന്നിട്ട് മരുന്നടിക്കാം വൈകി ഒരാഴ്ച. ഇത് മരമുന്തിരി എന്ന് പറയും, ജബോട്ടിക്കാവ. ഇത് മരമുന്തിരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ജബോട്ടിക്ക
ഈ ബൊട്ടിക്ക റെഡാണ്. പിന്നെ ഉമർ ചാമ്പ ഏകദേശം കായ്ച്ചതിന് ഒരു ഉമർ ചാമ്പ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇത് 1/2 കിലോ ആകുമ്പോൾ വലിപ്പം ഉണ്ടാവും ഉമർ ചാമ്പ. 2 വെക്കണ്ട 1/2 കിലോന്. ഈ തള്ളല്ലാന്ന് പറയണ്ട, 2 വെച്ചാൽ 1/2 കിലോ ഉണ്ടാവും. ഇത് ഇളന്തപ്പഴം നടായിട്ടുണ്ട്. പൂവൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു പോയത്. അതിനൊക്കെ നല്ല പൂവുണ്ട്. ഇളന്തപ്പഴം ഇത് പിന്നെ നമ്മളെ സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന ചീരാമുളക്. ഇത് അബിയും അടിഭാഗത്തേക്ക് അടിച്ചു കൊടുക്കേണ്ടത്. ഇലൻ്റെ അടിഭാഗം നോക്കിയിട്ട് അടിക്കുക. ചാമ്പക്കയുടെ ചെറിയ തൈയാണിത്. എല്ലാം മുളച്ചിട്ടുണ്ട്. പക്ഷേ ഈ തളിർ തൈകളൊക്കെ പീക്കൾ തിന്നും. അടുത്തുള്ള വെണ്ടക്ക, ഇതൊക്കെ മഞ്ഞളിപ്പായി. മരുന്നടിച്ചാത്തത് കൊണ്ടൊരു പ്രശ്നം. ചീരാപ്പുറംകുളമാണ്, സൗദി അറേബ്യൻ്റെ ചീരാപ്പുറംകുളം. വെണ്ടക്ക വളട്ടാത്ത വെണ്ടക്ക ഇടാം. അതുകൊണ്ടൊന്നും വളട്ട് കൊടുത്തില്ല. ഇതൊക്കെ വളട്ട് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വരും. ഇന്നൊക്കെ കുറേ കായ് കിട്ടിയതാട്ടെ. വെണ്ടക്ക കുറേ വെണ്ടക്ക 3-4 മാസം പോലെ ആയി. ഇതടുത്തൊരു ഡ്രാഗൺ. ഇതിനൊക്കെ മഞ്ഞളിപ്പ് വരും നമ്മൾ ഈ മരുന്നെടുക്കാൻ. മഞ്ഞളിപ്പ് വന്നാൽ പിന്നെ അത് മാറിക്കിട്ടാൻ വലിയ പണി. ഇത് റെഡ് ലേബി പപ്പായ. ഇത് മലേഷ്യൻ പ്ലാവ്. ഇതാണ് തൈകൾ. ആർക്കെങ്കിലും തൈകൾ വേണമെങ്കിൽ ചീരാമുളക്, അതായത് സൗദി അറേബ്യൻ്റെ ചീരാമുളക്, ജിസാൻ ഏരിയയിൽ മലമുകളിൽ കാണുന്ന ചീരാമുളകാണിത്. ഈ ലെവലിൽ വരും വലിപ്പം. ഇതിലൊരു കായ് ഉണ്ടായിട്ടുണ്ട്. ഈ കായ് ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മരുന്നടിക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, പീക്കൾ തിന്ന് പോയിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും തൈകൾ വേണമെങ്കിൽ, ഇതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ, വിത്തുകൾ എൻ്റെ അടുത്ത് കൊടുക്കുന്നതുണ്ട്. വിത്തുകൾ വേണമെങ്കിൽ പറയാം കേട്ടോ. ചക്ക, മലേഷ്യൻ പ്ലാവിനാണ്. ഇത് കലാപ്പാടി. ഇതിപ്പോൾ 1 മാസം ആയി ഞാൻ ഇത് അടിച്ചിട്ട്. 1 മാസം അപ്പോഴത്തേനും ഇത് കുത്തറ തുടങ്ങും. ഇത് അടിച്ചു കൊടുക്കുക, സ്പ്രേ അടിക്കുക. ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതിന് അടിഭാഗത്താണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഏത് മാവാന്ന് അറിയില്ല, പക്ഷെ നല്ല വളർച്ച ഉണ്ട്. ഏത് മാവാണെന്ന് അറിയുകയാണെങ്കിൽ ഇതിൽ കമൻ്റ് ഇടണം. ഇത് ചീരാപ്പുറം, നല്ല ചീരാപ്പുറം. ഇത് റെഡ് ലേബി പപ്പായ. ഇത് മിറാക്കിൾ ഫ്രൂട്ട്സ് പറഞ്ഞ സാധനമാണ്. ഇതാണ് കിളിഞ്ഞാവൽ അമ്പായങ്ങ ആയിരുന്നു. അമ്പായങ്ങൻ്റെ ഇലക്കെ നോക്കി 1 മാസം മരുന്നടിക്കാത്തതിൻ്റെ, ഈ ഹോമിയോ മരുന്നടിക്കാത്തതിൻ്റെ ഗുണമാണ് തന്നത്. എല്ലാ പീക്കൾ തിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചു കൊടുത്താൽ പീക്കൾ വരില്ല. ഇത് നമ്മളെ ഹെൽത്തിനും പ്രശ്നമില്ലാത്തൊരു മരുന്നാണ് ഹോമിയോ. നമുക്ക് ഒരു കുഴപ്പമില്ല. ഈ മരുന്ന് ഗുളിക കഴിക്കാൻ മതി. കഴിച്ചാലും നമ്മളെ വായിലായാലും ഒരു പ്രശ്നമില്ല.
ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സിനൊക്കെ അടിച്ച മഞ്ഞളിപ്പ് അങ്ങനത്തെ ഒക്കെ മാറിക്കിട്ടും. ഇതാ ഇതിലിതാ ഇതാ പിന്നെ ഇതുപോലത്തെ ഒരു മെഷീൻ വാങ്ങിയാൽ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ആദ്യം ലോഡ് ചെയ്ത് അങ്ങനെ ഇളക്കി അത് മരുന്ന് എല്ലാം ഇളകി മിക്സായി വരില്ല.